ഇത്രയും കാലം രാജു വർമ്മ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ വർമ്മ സാറിന് സംരക്ഷണമുള്ളൂ, വർമ്മ സാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. രാജു ഉണ്ടെങ്കിലേ വർമ്മ സാറ് ഉണ്ണു ഉറങ്ങൂ എന്നൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെയൊന്നൊന്നുമല്ല കാര്യങ്ങള്. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യായില്ലേ? അതെ, ഇപ്പൊ വർമ്മ സാറിനും അതൊക്കെ ബോധ്യായി കാണും. നമ്മളൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. സമയത്തിന് ഉപകരിക്കാതെ പാഴായി പോകുന്ന വിഗ്രഹങ്ങളൊക്കെ മാറ്റി പ്രതിഷ്ഠിക്കുന്നതിലേ ഒരു തെറ്റൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രമ്യ എന്താ ഉദ്ദേശിക്കുന്ന? അല്ല, ആരെക്കുറിച്ച് രമ്യ പറഞ്ഞത്? എന്നെ കുറിച്ചാണോ അതോ? ആരെക്കുറിച്ചാണെങ്കിലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കിയ നല്ലത്. ആർക്കും ഒന്നിനും പകരാവാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഒന്ന് മാറ്റിയാ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പല പ്രശ്നങ്ങളും. നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് വെച്ച് രാജുവിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയണം. അല്ലാതെ ഇങ്ങനെ അവസരം മുതലെടുത്ത് ഒരാളെ കുത്തി നോവിക്കുന്നത് തീരെ നല്ലതല്ല. രാധമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വളച്ചു കിട്ടില്ലാതെ ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. വർമ്മ സാറിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും വർമ്മ സാറിന്റെ മകളെ നോക്കാനും അവരുടെ കുടുംബത്തില് ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഇതുവരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം അളിയൻ വളരെ വേണ്ടപ്പെട്ടവനുമായിരുന്നു. എന്നാൽ ഇപ്പൊ എല്ലാം തികഞ്ഞൊരാള് അവർക്ക് വന്നു. അങ്ങനെ എല്ലാം തികഞ്ഞ ചില ആളുകള് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാ പഴയ ആളുകള് എല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എടാ, നീ ഇങ്ങനെ ഒരു നിലപാടില്ലാതെ രണ്ട് വള്ളത്തിൽ കാൽ വെച്ചുള്ള സംസാരം ആദ്യം നിർത്തും. അതെന്താ അച്ഛാ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? ചേട്ടൻ പറയുന്നതിലും കാര്യമില്ലേ? രാജു എത്ര നാളെന്നും പറഞ്ഞ അവരുടെ വീട്ടിലെ കാര്യവും നോക്കി PA പണിയും കാര്യസ്ഥം പണിയും ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നേ. അവന്റെ ജീവിതം ഒന്ന് സെറ്റിൽ ആവണ്ടേ? വെറുതെ നടക്കാത്ത കാര്യങ്ങളുടെ പുറകെ നടന്ന് സമയം പാഴാക്കാതെ ഉള്ളം കൈയിലേക്ക് വരുന്ന ഭാഗ്യം നിലനിർത്തുന്നല്ലേ ബുദ്ധി. സന്തോഷമുണ്ട് ചേച്ചി. അവസരം മുതലാക്കി കുത്തിപ്പറിക്കുന്ന കഴുകന്മാരുടെ കൂട്ടത്തില് ചേച്ചിയുണ്ടല്ലോ. സന്തോഷം. എങ്കിലേ ഞാൻ ഇറങ്ങട്ടെ രാധമേ. ജയൻ ചേട്ടാ, പ്രിയ ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് രമ്യ. ശോ.